നട്ടപ്പാതിരിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ ഓടുന്നത് വേറെ ഒന്നിനുമല്ല, ട്രെയിൻ കയറാൻ തന്നെ. പക്ഷേ ഈ ഓട്ടം ഞങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ട്രെയിന് സ്റ്റേഷനിൽ എത്തേണ്ട സമയത്തിൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേക്ക് അതിലേറെ ഉത്തരവാദിത്വം കൂടുതലുള്ളത് കൊണ്ട് 12 മിനിറ്റ് ഡിലേ ആയിട്ടായിരുന്നു ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ എന്തിൽ കയറിയാലും വിൻഡോ സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി, ഞങ്ങൾ സെറ്റിലായി. പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്തണ വരെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം ഫോണൊക്കെ നോക്കി എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പാട്ട് വെച്ച് ഫുൾ സൗണ്ട്, ഹെഡ്സെറ്റിൽ ഫുൾ സൗണ്ടും വെച്ചിട്ട് ഈ ഒരു അമ്മ നല്ല ഒച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതേ ഇവർ എവിടെയെങ്കിലും കയറി ഇരിക്കേണ്ട ആവശ്യമുള്ളൂ, രണ്ടും അപ്പം തന്നെ ഉറങ്ങും. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ എണീപ്പിച്ച് വിട്ടത് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. എൻ്റർടൈൻമെൻറ്റ് കൂടിയത് കൊണ്ട് തന്നെ അവിടെ എത്തുന്ന വരെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടി മതി പറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോണത് നേരെ എറണാകുളത്തോട്ടാണ്. പ്രാഥമിക ആവശ്യം വന്നിട്ട് ഞങ്ങളുടെ അസൈൻമെൻറ്റ് വെക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരണം പറഞ്ഞിട്ടാണ് ഇത്ര നേരത്തെ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തപ്പിയത് നല്ലൊരു ഹോട്ടലായിരുന്നു. ഫുഡാണല്ലോ മുഖ്യം, കാരണം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി നല്ല മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത്. ഞാൻ ചായ പൊതുവേ കുടിക്കാറില്ല, പക്ഷെ എൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം ഒരു ചായപ്രാന്തികളായിരുന്നു. എപ്പോൾ ഏത് നട്ടുച്ച നേരത്താണെങ്കിലും ചായ കുടിക്കും. അവർ പാലക്കാടിൻ്റെ മാനം കാത്തു. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ചായ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അവർ ചായയും കുടിച്ച് ഞങ്ങൾ പിന്നെ ഫുഡും കഴിച്ച് അവിടെ നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ട് അസൈൻമെൻറ്റിൻ്റെ കുറച്ച് അഴിച്ചുപണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒന്നും അവിടെ എത്തിയിട്ടില്ല. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് പിന്നെ എനിക്ക് അസൈൻമെൻറ്റ് വെക്കാനില്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, അവരുടെ കൂടെ പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അവർ കൊണ്ടുവച്ചിട്ട് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശരിക്കും വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, എങ്ങോട്ട് പോകണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അത് നേരെ ട്രെയിൻ കയറിയിട്ട് വീട്ടിലോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞ് കുറേ ആലോചനകൾക്ക് ശേഷം ശരി എന്നാൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറഞ്ഞ് ആദ്യം പോയത് മറ്റേ ബോട്ടിങ്ങിൻ്റെ അവിടേക്കായിരുന്നു. അവിടെ പോയി മട്ടാഞ്ചേരിക്ക് പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അവിടെ മട്ടാഞ്ചേരിക്കുള്ള ബോട്ടില്ല. പിന്നെ ശരി ഫോർട്ട് കൊച്ചിയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ബോട്ടിലൊക്കെ കയറി. കാരണം പാലക്കാട് ഈ ഒരു സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് എപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും കയറാനൊക്കെ. അപ്പോൾ വേഗം കയറി ഞങ്ങൾ അവിടെ എത്തി. ഫോർട്ട് കൊച്ചിയിൽ എത്തിയ ഉടനെ അവിടെ എത്തിയിട്ടും വലിയ ധാരണയില്ല പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പക്ഷെ ഞങ്ങളൊരു ഓട്ടോ സ്റ്റാൻഡിൽ പോയപ്പോൾ അവർ ഈ ഒരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഇത്ര സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കും ഇതൊന്നും എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഓക്കെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങളായിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ഇത് വലിയ കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഓക്കെ ആയതുകൊണ്ട് ഞങ്ങളത് എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ അവർ ഓരോ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു തന്നു. നല്ല കൂടെ വന്ന ആ ഒരു ഓട്ടോ ചേട്ടനും നല്ല പാവമായതുകൊണ്ട് അവർ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നുണ്ടായിരുന്നു, വെയിറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ കൂടുതലും കുറേ പാലസുകളും കുറേ മ്യൂസിയം പിന്നെ കുറേ ചർച്ചൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കതിൽ കുറച്ചും കൂടെ കാണണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ ഓൾഡ് ഹാർബർ ഹോട്ടലിലൊക്കെ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ട സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കുറേ നിർത്തി തന്ന്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കണം എന്നൊക്കെ കയറുമ്പോൾ വിചാരിച്ചതായിരുന്നു എടുക്കണമെന്ന്, പക്ഷേ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു സത്യം. പിന്നെ ഞാൻ ഫോൺ എടുത്ത് മറ്റേ മട്ടാഞ്ചേരി എത്തിയപ്പോഴായിരുന്നു നടന്ന് ജൂതപ്പള്ളി അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഫ്രണ്ടിൽ വരെ വന്നിട്ട് കയറാൻ പറ്റാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറി ഹിസ്റ്റോറിക്കലായിട്ട് ഉള്ളത്, കാരണം അതായിരുന്നു അവിടെ ഞങ്ങൾ തങ്ങി നിർത്തുന്ന ഒരു സാധനം. കാരണം ഞങ്ങളൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും വായിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാറുള്ളൂ. പിന്നെ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകളും എല്ലാം സ്പെഷ്യൽ. ഞങ്ങളെ പാലക്കാട് വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. പിന്നെ അതൊക്കെ കണ്ട് മെല്ലെ ഇറങ്ങിയപ്പോഴായിരുന്നു ഓട്ടോയിൽ കയറാൻ പറഞ്ഞ് പോകുമ്പോഴായിരുന്നു ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ ഫസ്റ്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉരുൾ എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ ശരിക്കും ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരി ഉള്ളതെന്ന്. അപ്പം ഞാൻ മൈൻഡിൽ ചന്ദനത്തിരിയൊക്കെ തന്നെ അല്ലേ പറഞ്ഞ് നോക്കുമ്പോൾ അല്ല, തടിക്കഷ്ണം വെട്ടിയിട്ട പോലെ ഇരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ട് ഒന്ന് അന്തം വിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുകയായിരുന്നു ശരിക്കും. പിന്നെ നേരെ കണ്ടത്
ഈ ഒരു പെർഫ്യൂം ബോട്ടിലായിരുന്നു. ഇതിൽ വന്നിട്ട് എത്രയോ 10 അടി ഹൈറ്റ് ഉണ്ട്. 3600 ലിറ്റർ പെർഫ്യൂം ഇതിനകത്ത് കൊള്ളുന്നൊക്കെയായിരുന്നു അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഈ മേലെ കാണുന്ന കംപ്ലീറ്റ് സാധനങ്ങളും അതായത് ഫുള്ളും ചന്ദനത്തിരി തന്നെയാണ് അവർ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്ത കളറിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കെട്ടിയിട്ട് മേലെ വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ ചന്ദനത്തിരിയാണ് തോന്നുന്നു എനിക്ക് അവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ അവർ ചന്ദനത്തിരി ഉണ്ടാക്കേണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു. അതിലാണ് ഞാൻ പോയി ഇപ്പം എത്തി നോക്കിയിട്ട് വരുന്നത്. ഞങ്ങളായിട്ട് വരികയാണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഒരു ബിരിയാണിയും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നെയും ഉത്തരവാദിത്തങ്ങൾ കൂടുതലായതുകൊണ്ട് എഗെയിൻ വൈകിട്ട് തന്നെയാണ് ഞങ്ങൾ എത്തിയത്. തിരിച്ചു വരുമ്പോൾ ഫോണെന്ന് പറഞ്ഞ സാധനം ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേർക്കും അടുപ്പിച്ച് ഒരേ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ കുറേ കഥകളായിരുന്നു. ഇവിടെ ശരിക്കും തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ ടൈം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം കുറേ കഥകളും ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ഞങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നൈറ്റായി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് അവർ പിന്നെയും ചായ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.